ഇറാനിലുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി 1500ഓളം വിദ്യാർത്ഥികളും 20ഓളം വിനോദസഞ്ചാരികളുമാണ് ഇറാനിലുള്ളത്. ചാവക്കാട് സ്വദേശി VC ലത്തീഫ് ബന്ദർ അബ്ബാസിൽ കുടുങ്ങി ഫെറി സർവീസിൽ ഷാർജയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതായി ലത്തീഫ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇസ്രായേലിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് ടെൽ-അവീവിലെ എംബസി അറിയിച്ചു. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഞങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും എളുപ്പ മാർഗം ബന്ദർ അബ്ബാസിൽ നിന്ന് ഷാർജയിലേക്കാണ്. UAE വിസ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഷിപ്പ് ഉള്ളത് നെക്സ്റ്റ് ഡേ നാളുണ്ട്. കുവൈറ്റിൽ നിന്ന് ഇറാനിലെത്തിയ VC ലത്തീഫ് തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ നിന്ന് 13-ന് മടങ്ങാനിരിക്കെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. 12-ന് ഇറാൻ വ്യോമപാത അടച്ചതോടെ ബന്ദർ അബ്ബാസിൽ കുടുങ്ങി. ഇനി പ്രതീക്ഷ ഷാർജയിലേക്കുള്ള ഫെറി സർവീസാണ്. ടിക്കറ്റിന് വൻ നിരക്ക് മാത്രമല്ല, കിട്ടാനുമില്ല. താമസം ഞങ്ങൾ ഹോട്ടൽ റൂമിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങളെ കൂടെ ഞങ്ങളെ ഗൈഡ് ഉണ്ട് ഇറാനി. പുള്ളിയുടെ ടൈം കഴിഞ്ഞെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ലത്തീഫിനെ പോലെ ഇറാനിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെയും വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന 1500ഓളം വിദ്യാർത്ഥികളെയും നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസി ശ്രമം തുടങ്ങി. ഇറാൻ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കരമാർഗം ഇവരെ ഒഴിപ്പിക്കാൻ ധാരണയിലെത്തി. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അടിയന്തര സാഹചര്യങ്ങളിൽ വിളിക്കേണ്ട നമ്പറുകളുടെ പുതുക്കിയ പട്ടിക പുറത്തുവിട്ടു. എക്സ് അക്കൌണ്ടിൽ വ്യക്തിവിവരങ്ങൾ പൂരിപ്പിക്കാനുള്ള ഫോം നൽകി. ഇന്ത്യക്കാരെ അർമേനിയയിൽ എത്തിച്ച് നാട്ടിലെത്തിക്കാനാണ് ശ്രമം. ഇസ്രയേലിലെ ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് ടെൽ-അവീവിലെ എംബസി അറിയിച്ചു. എല്ലാവരും ഇസ്രയേൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ഇറാനും ഇസ്രയേലും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് വ്യോമപാത തുറന്നാൽ ഇരു രാജ്യങ്ങളിലെ പൗരന്മാരെയും വിമാനമാർഗം ഒഴിപ്പിക്കാനാകും. ന്യൂസ് ഡെസ്ക് മനോരമ ന്യൂസ്.